അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്ററാണ് നമുക്ക് പറയാനുള്ളത്. തഖ്സീമുൽ ഫിഅലി ഇലാ സ്വഹീഹിൻ വ മുഅ്തല്ലിൻ. നേരത്തെ നമ്മൾ ഫിഅലിനെ ഒരുപാട് കിസ്മുകളാക്കിയില്ലേ. റുബായിയാക്കി, റുബായി തന്നെ മുജറദാക്കി, മസീദാക്കി, സുലാസിയാക്കി, സുലാസി മുജറദാക്കി, മസീദാക്കി. ഇനി നേരത്തെ അത് അല്ലേ ഹർഫുകളുടെ അതുപോലെ തന്നെ ഇതും ഹർഫുകൾ അല്ലെങ്കിൽ ആ ഫിഅലുകളിൽ അടങ്ങിയിട്ടുള്ള ഹർഫുകൾക്കനുസരിച്ചാണ്. മനസ്സിലായോ? ഉദാഹരണത്തിന് ഈ ഫിഅലിൽ ഈ ഹർഫ് വന്നാൽ അതിന് ഇന്ന പേരാണ്, ഇങ്ങനെ ഹർഫുകൾ വന്നാൽ അതിന് മറ്റൊരു പേരാണ്. അങ്ങനെ ഫിഅലുകൾ നമ്മൾ സ്വഹീഹായിട്ടും മുഅ്തല്ലായിട്ടും പരിഗണിക്കുമ്പോൾ, അപ്പോൾ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹെൽത്തി എന്ന് പറയാം. പിന്നെ മുഅ്തൽ എന്ന് പറഞ്ഞാൽ ഹെൽത്തി അല്ലാത്ത, രോഗബാധിതനായ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ല, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ നോക്കൂ, ആദ്യം നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ജലസൽ വലതു അലൽ കുർസിയ്യി, കുട്ടി കസേരയുടെ മേലിരുന്നു. സഖത്ത സമറു അലൽ അർളി, പഴം ഭൂമിയിലേക്ക് വീണു. കത്തബത്തിൽ മീതു അദ്ദർസ, വിദ്യാർത്ഥി പാഠം പഠിച്ചു. അപ്പോൾ ഇവിടെ ജലസ, സഖത്ത, കത്തബ എന്നുള്ളതൊക്കെ സ്വഹീഹായ ഫിഅലുകളാണ് അല്ലേ. സ്വഹീഹായ ഫിഅലുകളാണ് മാത്രമല്ല അതിൽ ഒരു പ്രശ്നവുമില്ല. അടുത്ത നോക്കൂ, അക്കലൽ ഖുലാമു ഖുബ്സൻ, കുട്ടി എന്ത് ചെയ്തു, റൊട്ടി തിന്നു. സഅല ത്വാലിബു സുആലൻ, വിദ്യാർത്ഥി ചോദ്യം ചോദിച്ചു. ഖറഅൽ വലതു, കുട്ടി വായിച്ചു. കിതാബൻ, പുസ്തകം വായിച്ചു. പിന്നെയോ, അപ്പോൾ അവിടെ നോക്കുക, അക്കല അല്ലേ, ഒന്നാമത്തത് ഹംസയാണ്. സഅല ഉള്ളിടത്തോ രണ്ടാമത്തെ ഹംസയാണ്. ഖറഅ അവസാനത്തെ ഹർഫ് ഹംസയാണ് അല്ലേ. അടുത്തോ മൂന്നാമത്തെ നോക്കുക, അദ്ദറായി ഗനബഹു, മദ്ദത്തിഫ്ലു യദഹു, ഫർറ അൽജാനി. അദ്ദറായി, ഈ ആട്ടിടയൻ എണ്ണി, ഗനമഹു അവൻ്റെ ആടിനെ, ആട്ടിൻ പറ്റത്തെ. മദ്ദത്തിഫ്ലു യദഹു, കുട്ടി കൈ നീട്ടി. ഫറൽ ജാനി, കുറ്റവാളി ഓടിപ്പോയി. ഇത് നോക്കുക, അദ്ദ, മദ്ദ, ഫറ, ഇതിലൊക്കെ തശ്ദീദ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് വേറൊരു രീതി. അപ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞ മൂന്നെണ്ണം വേറൊരു അല്ലേ വ്യത്യസ്തമായ ഇനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത് നോക്കൂ, വഅദർ റജുലു വഅദൻ, ഒരാൾ കരാറ് ചെയ്തു. വസബൽ ഖിത്തു അലൽ മാഇദത്തി, പൂച്ച സുപ്രയിലേക്ക് ചാടി. വസബ ചാടി. വസിഅത്തിൽ ഹുജ്റത്തു അസ്സാഇരീന, വസിഅത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായി എന്നാണ് ശരിക്ക്. അപ്പോൾ വസിഅത്തിൽ ഹുജ്റത്തു അസ്സാഇരീന, സന്ദർശകരെ റൂം വിശാലമാക്കി എന്ന് പറഞ്ഞാൽ അവിടെ അവരെ ഉൾക്കൊണ്ടു എന്നർത്ഥം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒന്നാമത്തെ ഹർഫ് എന്താണ്, വാവാണ്. വാവ് എന്തിൻ്റെ ഹർഫാണ്, വാവ് ഇല്ലത്തിൻ്റെ ഹർഫാണ്. അപ്പോൾ അത് മുഅ്തല്ലാണ്. നാമൽ ഖിത്തു തഹ്ത സരീരി, കട്ടിലിനടിയിൽ പൂച്ച ഉറങ്ങി. സോമ സഈദുൻ റമദാന, സഈദ് റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചു. മാലൽ കൂഹു ഇലൻ നെഹ്രി, കൂഹ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ, കൂഹ് ചെരിഞ്ഞു. ഇലൻ നെഹ്രി, പുഴയിലേക്ക്. കൂഹ് എന്ന് പറഞ്ഞാൽ ഒരു കൂഹ് മരമുണ്ട്, പിന്നെ ടെൻറ്റ് അതുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെരിഞ്ഞു. ഇലൽ അന്നഹരി, എന്തിലേക്ക്, ഇലൻ നെഹ്രി, പുഴയിലേക്ക്. അപ്പോൾ മാൽ കൂഹു ടെൻറ്റ് അല്ലേ, ആ വീട് ചെരിഞ്ഞു. ഇലൻ നെഹ്രി, പുഴയിലേക്ക്. അവിടെ നോക്കൂ, അതിൻ്റെ സെൻട്രൽ ഇടയിലുള്ള അക്ഷരമാണ് അലിഫ്. അലിഫ് എന്തിൻ്റെ അക്ഷരമാണ്, ഇല്ലത്തിൻ്റെ ഹർഫാണ്. അപ്പോൾ അതും മുഅ്തല്ലാണ്. ദഅ അലിയുൻ സ്വദീഖഹു, റളിയൽ വാലിദു വലദഹു. ദഅ അലിയുൻ സ്വദീഖഹു, അലി തൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. റളിയൽ വാലിദു, പിതാവ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തൃപ്തിപ്പെട്ടു. വലദഹു, തൻ്റെ കുട്ടിയെ. സെറുവൽ മുഹദ്ദബു, സംസ്കാര സിദ്ധിയുള്ളവൻ സന്തോഷിച്ചു. ഇവിടെ നോക്കൂ, അവസാനം അല്ലേ, ആ ഫിഅലുകളുടെയൊക്കെ ദഅ, റളിയ, സെറുവ ഇവയുടെയൊക്കെ അവസാനമാണ് ഇല്ലത്തിൻ്റെ ഹർഫ് വന്നിട്ടുള്ളത് അല്ലേ. അടുത്ത് നോക്കൂ, ലവർ റജുലു അവദ്ദിബു, തൊവ മുഹമ്മദുൻ സൗബഹു. ലവ അർ റജുലു അവദ്ദിബു, തൊവ എന്നുള്ളിടത്തൊക്കെ അവസാനത്തെയും അതിന് മുമ്പുള്ളതും എന്താണ്, ഇല്ലത്താണ്. വന അത്തിഫ്ലു ഫിസൈരി, വഹൽ ബഈറു വഫസ്വദീഖു. ഇതിൽ വന, വഹ, വഫ എന്നുള്ളതിൽ ഒന്നാമത്തെയും അവസാനത്തെയും അക്ഷരം എന്താണ്, ഇല്ലത്തിൻ്റെ ഹർഫാണ്. ഇങ്ങനെ 8 വിഭാഗമാണ് ഫിഅലുകളാകുന്നത്. സ്വഹീഹ്, മുഅ്തൽ എന്നുള്ള 2 വിഭാഗമാണെങ്കിലും സ്വഹീഹിൽ വിഭാഗങ്ങളുണ്ട്, മുഅ്തലിൽ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ടോട്ടലി 8 വിഭാഗങ്ങൾ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അതിൻ്റെ നിയമങ്ങളൊന്ന് നോക്കാം. ഓക്കെ, അടുത്ത് നോക്കൂ, യൻഖസിമുൽ ഫിഅലു, ഫിഅൽ വിഭജിക്കപ്പെടും. മിൻ ഹൈസു നൗഇൽ ഹുറൂഫി അല്ലദി യതകബ്ബനു മിൻഹ, എത്ര ഹർഫിൽ നിന്നാണോ അല്ലെങ്കിൽ ഏതൊക്കെ ഹർഫിൽ നിന്നാണോ ഉണ്ടാക്കപ്പെടുന്നത് ആ ഹർഫുകൾക്കനുസരിച്ച് ഫിഅൽ വ്യത്യസ്തമായ ഇനങ്ങളാക്കും.
എത്ര ഇനങ്ങളാക്കുന്നുണ്ട്? ഇലാ ഖിസ്മൈനി, 2 ഖിസ്മുകളാണ് ആക്കുന്നത്. ഫിഅൽ സ്വഹീഹ് വ ഫിഅൽ മുഅത്തൽ. അതേതൊക്കെയാണ്? ഫിഅൽ സ്വഹീഹ് ഉണ്ട്, മുഅത്തലായ ഫിഅലും ഉണ്ട്. എന്താണ് അപ്പോൾ സ്വഹീഹായ ഫിഅൽ? അൽ ഫിഅലു സ്വഹീഹു, ഫിഅൽ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ഹുവ മാ കാന ഖാലിയൻ മിൻ ഹറുഫിൽ ഇല്ലത്തി സലാസ, ഇല്ലത്തിൻ്റെ 3 അക്ഷരങ്ങളിൽ നിന്നും ഒഴിഞ്ഞതാണ്. വഹിയ, ഏതൊക്കെയാണ് ഇല്ലത്തിൻ്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ? അൽ അലിഫു വൽ വാവു വൽ യാവു. അപ്പോൾ യാവോ അലിഫോ വാവോ ഇല്ലാത്ത ഫിഅലുകൾക്കാണ് സ്വഹീഹായ ഫിഅൽ എന്ന് പറയാം. അപ്പോൾ നോക്കൂ, ഇതാ തഅമ്മൽത്തുൽ അംസില ത്വാഇഫത്തുൽ ഊല, ഒന്നാമത്തെ വിഭാഗം ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഫഹൽ തജിദു ഫി അയ്യിൻ ഫിഅലിൻ മിൻഹാ ഹർഫ ഇല്ലത്തിൻ ഫി അവലിഹി ഔ ഫി വസ്തിഹി ഔ ആഖിരിഹി, അതിൻ്റെ അവസാനത്തിലോ അതിൻ്റെ മധ്യത്തിലോ അതിൻ്റെ തുടക്കത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇല്ലത്തിൻ്റെ ഹർഫ് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം സാധിക്കുന്നില്ല. കാരണം ജലസ അല്ലേ ഒക്കെ ഒന്നും ഇല്ല. ലാ നറാ ഫിഹ, നമുക്ക് കാണാൻ പറ്റൂല. അൽ അഫ്ആലു മിസ്ലഹ അല്ലതി ലം യകുൻ ഹർഫുൻ മിൻ ഹുറൂഫിഹ അൽ അസ്ലിയ ഹർഫുൻ ഇല്ലത്തിൻ തുസമ്മ അഫ്അലൻ സ്വഹീഹ. അൽ അഫ്ആലു മിസ്ലഹ അല്ലതി ലം യകുൻ ഹർഫുൻ മിൻ ഹുറൂഫിഹ അൽ അസ്ലിയ ഹർഫ ഇല്ലത്തിൻ തുസമ്മ അഫ്അലൻ സ്വഹീഹ. അസ്ലിയായ ഹർഫുകളിൽ നിന്നും ഇല്ലത്തിൻ്റെ ഹർഫില്ലാത്ത ഫിഅലുകൾക്കാണ് സ്വഹീഹായ ഫിഅൽ എന്ന് പറയാം. മനസ്സിലായോ? വൈദാ നളർത മറത്തൻ സാനിയ ഇല നഫ്സിൽ അംസില, ഇതേ ഉദാഹരണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തറാ ലം യകുൻ അഹദു ഹുറൂഫിഹ അൽ അസ്ലിയ ഹംസതൻ വലാ തദ്ഈഫ്. ലം യകുൻ അഹദുൻ മിൻ ഹുറൂഫിഹ അൽ അസ്ലിയ ഹംസത്തുൻ വലാ തദ്ഈഫുൻ. ഇതേ ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ അത് സ്വഹീഹാണ് അല്ലേ? സ്വഹീഹാണെങ്കിൽ തന്നെ അതിൽ ഹംസയോ അല്ലെങ്കിൽ തദ്ഈഫ് എന്ന് പറഞ്ഞാൽ മദ്ദ എന്നുള്ളിടത്തൊക്കെയുള്ള സംഗതി ഉണ്ടല്ലോ, അതും അങ്ങനെയുമില്ല എങ്കിൽ വലിദാലിക തുസമ്മ ഹാദിഹിൽ അഫ്ആലു സാലിമത്തൻ. അപ്പോൾ സ്വഹീഹ് സാലിം എന്ന് എന്തിനാണ് പറയാം? സ്വഹീഹായ ഫിഅലിൽ തന്നെ തദ്ഈഫോ ഹംസയോ ഇല്ലാത്ത ഫിഅലുകൾക്കാണ് സ്വഹീഹ് സാലിം എന്ന് പറയുക. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, അടുത്തത് നോക്കൂ. വൈദാ നളർത ഇലൽ അംസലത്തി ത്വാഇഫത്തൈനി സാനിയ വസാലിസ, മൂന്നാമത്തെയും രണ്ടാമത്തെയും വിഭാഗം ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇതുപോലെ അക്കല ജലസ എന്നുള്ളത് അടുത്ത രണ്ടാമത്തെ വിഭാഗം. മദ്ദ അല്ലേ, മദ്ദ വല്ല എന്നുള്ള ഉദാഹരണം കണ്ടല്ലോ. അത് തജിദു അന്ന ഫി കുല്ലി ഫിഅലിൻ ഹംസതൻ ഫി ത്വാഇഫത്തി സാനിയ ഇമ്മാ ഫി അവലിഹി ഔ ഫി വസ്തിഹി ഔ ഫി ആഖിരിഹി, അതിൻ്റെ തുടക്കത്തിലോ അവസാനത്തിലോ അല്ലേ. അക്കല സഅല നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, അവിടെ പറഞ്ഞല്ലോ. അപ്പോൾ വയുഖാലു ഹാദ നൗഉ മിനൽ ഫിഅലി അൽ ഫിഅലുൽ മഹ്മൂസ്, ഹംസയുള്ള ഫിഅലിന് എന്ത് പറയും? മഹ്മൂസ്, അൽ ഫിഅലുൽ മഹ്മൂസ് എന്ന് പറയും. മനസ്സിലായോ? പിന്നെയോ വഫിസ് ത്വാഇഫത്തി സാലിസ, മൂന്നാമത്തെ വിഭാഗത്തിൽ തജിദു അന്ന ഫി കുല്ലി ഫിഅലിൻ മിൻഹാ ഹർഫാഹു സാനി വസാലിസ് മിൻ നൗഇൻ വാഹിദിൻ ഐ ഹുവ മുളഅഫുൻ. അപ്പോൾ അടുത്ത മദ്ദ എന്നുള്ളിടത്ത് അല്ലേ, മദ്ദ അദ്ദ മദ്ദ പിന്നെ ഫറ എന്നുള്ളിടത്തൊക്കെ എന്താണ്? രണ്ടാമത്തെയും മൂന്നാമത്തെയും ഹർഫ് ഒരേപോലെയാണ്. മദ്ദ എന്നുള്ളത് ശരിക്കും അതിൻ്റെ അസ്ല എന്താണ്? മദദ അല്ലേ, അദദ ഫററ എന്നുള്ളതാണല്ലോ ശരിക്കും അതിൻ്റെ അസ്ല്. അപ്പോൾ രണ്ടെണ്ണം വന്നപ്പോൾ തദ്ഈഫ് ചെയ്തു. അപ്പോൾ ആ ഫിഅലിന് മുളഅഫായ ഫിഅൽ എന്ന് പറയും. ഹുനാ ഉദ്ഗിമൽ ഹർഫുൽ അവൽ ഫിൽ ഹർഫി സാനി വസറ ഹർഫൻ വാഹിദൻ മുശദ്ദദൻ ഔ മുളഅഫൻ. ആ ഒന്നാമത്തെ ഹർഫിനെ രണ്ടാമത്തെ ഹർഫിലേക്ക് അങ്ങോട്ട് ഇദ്ഗാം ചെയ്തു, പരസ്പരം അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ അത് ഒരേ ഹർഫ്, ഒറ്റ ഹർഫിൻ്റെ പോലെയായി അല്ലേ. അപ്പോൾ അങ്ങനെ മുശദ്ദദായിട്ട് വന്നു, അല്ലെങ്കിൽ മുളഅഫായിട്ട്. മുളഅഫ് എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. ഓക്കെ. യുസമ്മ ഹാദ നൗഉ മിനൽ ഫിഅലി മുളഅഫൻ. മുളഅഫ് എന്ന ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഒരു അലിഫ് അവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. അപ്പോൾ മുളഅഫൻ എന്നാക്കണം. ഓക്കെ. അപ്പോൾ എന്താണ് പറഞ്ഞത്? സ്വഹീഹ് ഉണ്ട്, മുഅത്തലുണ്ട്. സ്വഹീഹ് തന്നെ 2 വിസ്മുണ്ട്. ഒന്ന് സാലിമുണ്ട്, മഹ്മൂസ് ഉണ്ട്, മുളഅഫ് ഉണ്ട്. സാലിമ് മഹ്മൂസ് 3 വിഭാഗമുണ്ട് സ്വഹീഹ് അല്ലേ. സ്വഹീഹ് സാലിം എന്ന് പറഞ്ഞാൽ അലിഫോ തദ്ഈഫോ ഇല്ലാത്തത്. പിന്നെ മഹ്മൂസ് എന്ന് പറഞ്ഞാലോ അതിൽ ഹംസ ഉള്ളത് അല്ലേ. പിന്നെയോ മുളഅഫ് എന്ന് പറഞ്ഞാൽ തദ്ഈഫ് അല്ലെങ്കിൽ തശ്ദീദ് ഉള്ളത്. ഇപ്പോൾ മനസ്സിലായല്ലോ? സ്വഹീഹ് എന്ന് പറഞ്ഞാൽ മഹ്മൂസ് ഉണ്ട്, മുളഅഫ് ഉണ്ട്, സാലിമുണ്ട്. ഇനി അപ്പോൾ സ്വഹീഹായ ഖിസ്മുകൾ കഴിഞ്ഞു. ഇനി മുഅത്തലായ ഖിസ്മുകളാണ് പറയാനുള്ളത്. വഫിൽ അംസലത്തി ത്വാഇഫത്തിൽ ബാക്കിയ, ബാക്കിയുള്ള ഫീലുകൾ നോക്കുകയാണെങ്കിൽ തജിദു കുല്ല മിസാലിൻ ഹർഫുൻ ഔ ഹർഫൈനി മിൻ ഹറൂഫിൽ ഇല്ല, അതിലുള്ള ഏതെങ്കിലും ഒരു എല്ലാ ഫീലുകളിലും 1 അല്ലെങ്കിൽ 2 ഹർഫുകളൊക്കെ മുഅത്തലാണ്. സവാഅൻ അകാന ഫി അവലിഹി ഔ ഫി വസ്തിഹി ഫി ആഖിരിഹി, അത് ചില ഉദാഹരണങ്ങളിൽ തുടക്കത്തിലാണ്, ചിലയിടത്ത് അതിൻ്റെ നടുവിലാണ്, ചിലത് അതിൻ്റെ അവസാനത്തിലാണ്. വയുസമ്മ ഹാദിഹിൽ അഫ്ആലു അഫ്അലൽ മുഅത്തല്ല, ഇതിന് മുഅത്തലായ ഫീലുകൾ എന്ന് പറയപ്പെടും. വഫിൽ അഫ്ആലി വഅദ വസബ വസഅ എന്നുള്ളിടത്ത് തജിദു ഹർഫൽ ഇല്ലതി വഹുവൽ വാവു ഫി അവ്വലി കുല്ലി ഫിഅലിൻ,
എല്ലാ ഫിഅലിൻ്റെയും തുടക്കത്തിലാണ് വാവ് എന്ന് വെച്ചാൽ ഇല്ലത്തിൻ്റെ ഹർഫ് തുടക്കത്തിലാണ്. വൈസമ്മ ഹാദൻ നൗഉ മിനൽ ഫിഅലി മിസാലൻ, ഇങ്ങനെ തുടക്കത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫ് വരുന്ന ഫിഅലുകൾക്ക് ഫിഅൽ മിസാല് എന്ന് പറയും. മനസ്സിലായോ? വൈസമ്മ ഹാദൻ അല്ലേ. വഫിൽ അഫ്ആലി നാമ വ സോമ വനാല, നാല സോമ നാമ എന്നുള്ളിടത്തൊക്കെ തജിലു ഹർഫൽ ഇല്ലത്ത് ഫി വസ്തി കുല്ലി ഫിഅലിൻ, അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന അലിഫ് എവിടെയുള്ളത്? ഓരോ ഫിഅലിൻ്റെയും ഇടയിലാണ് അല്ലേ, മധ്യത്തിനാണുള്ളത്. വൈസമ്മ ഹാദൻ നൗഉ മിനൽ ഫിഅലി വൈസമ്മ ഹാദൻ നൗഉ മിനൽ ഫിഅലി മഹ്മൂസൻ എന്നുള്ളത്. അത് മഹ്മൂസ് അല്ല, കാരണം മഹ്മൂസ് നമ്മൾ സ്വഹീഹിൻ്റെ എണ്ണത്തിലാണ് പെട്ടത് അല്ലേ. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, കാരണം നമുക്ക് അടിയിലുള്ള കായിക നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മഹ്മൂസ് അല്ല, അജ്വഫ് എന്ന് പറയാം. അജ്വഫ് എന്ന് പറഞ്ഞാൽ ജൗഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ള് എന്നൊക്കെയാണ്. അപ്പോൾ അജ്വഫ് എന്ന് പറഞ്ഞാൽ ഉള്ള് പൊള്ളയായത് വേണമെങ്കിൽ അർത്ഥമാക്കാൻ മതി. മനസ്സിലായോ? അപ്പോൾ വൈസമ്മ ഹാദൻ നൗഉ മിനൽ ഫിഅലി അജ്വഫൻ എന്ന് പറയണം. ഓക്കെ, മഹ്മൂസ് എന്നല്ല. ഇവിടെ മുത്തല്ലായ ഫീലുകൾ അജ്വഫ് ഉണ്ടാവില്ല, സോറി മഹ്മൂസ് ഉണ്ടാവില്ല, അജ്വഫാണ് ഉണ്ടാവുക, ശ്രദ്ധിക്കണം. വഫിൽ അഫ്ആലി ദഅ വറളിയ, ദഅ റളിയ സർവ എന്നുള്ളിടത്തൊക്കെ തജിദു ആഖിറ കുല്ലി മിൻഹാ ഹർഫ ഇല്ലത്തിൻ, ഇതിൻ്റെയൊക്കെ അവസാനത്തിലാണ് ഇല്ലത്തിൻ്റെ ഹർഫുള്ളത്. വൈസമ്മൽ ഫിഅലു ഫീ തിൽക്കൽ ഹാലി നാഖിസൻ, അപ്പോൾ അവസാനത്തിലാണ് ഇല്ലത്തിൻ്റെ ഹർഫ് എന്നുള്ളത് എങ്കിൽ അതിന് നാഖിസ് എന്ന് പറയും. ഇനി വഫിൽ അഫ്ആലി ലവാ വ അവ വ തൊവ എന്നുള്ളിടത്തൊക്കെ തജിദു വസ്തഹ വ ആഖിറഹ ഹർഫിലില്ല, അതിൻ്റെ അവസാനത്തിലും നടുവിലുള്ള ഹർഫ് എന്താണ്? ഇല്ലത്തിൻ്റെ ഹർഫാണ്. വഹാദൻ നൗഉ മിനൽ അഫ്ആലി തുസമ്മ ലഫീഫൻ മഖ്റൂനൻ, ഇതിന് ലഫീഫ് മഖ്റൂനി എന്നാണ് പറയുക. അപ്പോൾ അവസാനത്തെയും വസ്തിലെയും എന്ന് വെച്ചാൽ നടുവിലെയും അക്ഷരങ്ങൾ ഇല്ലത്തിൻ്റെ ഹർഫായാൽ അതിനെന്തെന്ന് പറയും? ലഫീഫ് മഖ്റൂനി എന്ന് പറയും. വഫിൽ കലിമാത്തി വന വഖ വഫ എന്നുള്ള ഈ ഫീലുകളോ റഅയ്ത അവ്വലഹ വ ആഖിറഹ ഹർഫ ഇല്ലത്തിൻ, അതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലുമാണ് ഇല്ലത്തിൻ്റെ ഹർഫുള്ളത്. വയുസമ്മ കുല്ലു ഫിഅലിൻ മിൻഹാ ലഫീഫൻ മഫ്റൂഖൻ, ഇങ്ങനെയുള്ളതിന് ലഫീഫ് മഫ്റൂഖ് എന്നും പറയും. അപ്പോൾ എത്ര ഖിസ്മായി? സ്വഹീഹാണെങ്കിൽ അത് സാലിമാണ്, മഹ്മൂസാണ്, മുളഅഫാണ്. ഇനി മുഅത്തലിൽ അല്ലെങ്കിൽ മുഅത്തലാണെങ്കിൽ അത് 5 ഖിസ്മുകളുണ്ട്. മിസാല്, അജ്വഫ്, നാഖിസ്, ലഫീഫ് മഖ്റൂന്, ലഫീഫ് മഫ്റൂഖ്. അപ്പോൾ നമുക്കതിൻ്റെ കായിക നിന്ന് നോക്കാം. അൽ ഫിഅലു സ്വഹീഹു, ഫിഅലു സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ഹുവ മാ കാന കുല്ലു ഹർഫിൻ മിൻ ഹുറൂഫിഹിൽ അസ്ലിയ, അതിൻ്റെ അസ്ലിയായ ഹർഫുകൾപ്പെട്ട എല്ലാ ഓരോ ഹർഫുമായതാണ് സ്വഹീഹൻ, സ്വഹീഹായതാണ്. വഹു അൻവാഉൻ സലാസ, അത് 3 ഇനങ്ങളാണ്. അസ്സാലിമു സാലിമാണ്. ഒന്ന് മാ കാന ഖാലിയ മിനൽ ഹംസത്തി വത്തളഈഫി, അതിൽ ഹംസയോ തളഈഫോ ഉണ്ടാവില്ല. ഇതുപോലെ ജലസ ദഹബൊക്കെ പോലെ. അൽ മഹ്മൂസു മാ കാന അഹദു ഹുറൂഫിഹിൽ അസ്ലിയ ഹംസത്തുൻ, അത് മഹ്മൂസ് എന്ന് പറഞ്ഞാൽ അതിൽ അസ്ലിയായ ഹർഫുകളിൽ ഏതെങ്കിലും ഒരു ഹർഫ് ഹംസയായതാണ്. ഇതുപോലെ അക്കല, സഅല എന്നുള്ളതൊക്കെ പോലെ. അൽ മുളഅഫ്, മുളഅഫ് എന്ന് പറഞ്ഞാൽ മാ കാന ഹർഫാഹു സാനി വസാലിസ് മിൻ ജിൻസിൻ വാഹിദിൻ, അതിൻ്റെ അവസാനത്തെയും അതിന് മുമ്പുള്ളയും ഹർഫ് എന്തായതാണ്? ഒരേ ജിൻസിൽപ്പെട്ടതാണ്. തന്നെ മദ്ദ, ശദ്ദ, മനസ്സിലായ, ലഫ ഒക്കെ പെടും. പിന്നെയോ അൽ ഫിഅൽ മുഅത്തൽ, മുഅത്തൽ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഹുവ മാ കാന ബഅ്ദു ഹുറൂഫിഹിൽ അസ്ലിയ മിൻ അഹ്റുഫിൽ ഇല്ല, അതിൻ്റെ ചില ഹർഫുകൾ എന്തായിരിക്കും? ഇല്ലത്തിൻ്റെ ഹർഫുകളായിരിക്കും. വഹു അൻവാഉൻ ഖംസത്തുൻ, അത് 5 ഇനങ്ങളാണ്. ഒന്ന് അൽ മിസാലു, ഒന്ന് മിസാലാണ്. മാ കാന അവ്വലുഹു ഹർഫ് ഇല്ലത്തിൻ, അതിൻ്റെ ആദ്യത്തിൽ എന്താണ്? ഇല്ലത്തിൻ്റെ ഹർഫുള്ളതാണ്. രണ്ടാമത്തത് അൽ അജ്വഫു, അജ്വഫാണ്. മാ കാന വസ്തുഹു ഹർഫ ഇല്ലത്തിൻ, അതിൻ്റെ നടുവിൽ ഹർഫ ഇല്ലത്താണ്. അപ്പോൾ മിസാലിന് ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, വഅദ. അജ്വഫിന് ഉദാഹരണം ഖാല, സാല. ഓക്കെ. അന്നാഖിസു, നാഖിസ് എന്ന് പറഞ്ഞാൽ മാ കാന ആഖിറുഹു ഹർഫ ഇല്ലത്തിൻ, അതിൻ്റെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫ് വന്നതാണ്. ഇതുപോലെ സർവ ഒക്കെ പോലെ. അൽ ലഫീഫ് മഖ്റൂൻ എന്ന് പറഞ്ഞാൽ മാ കാന വസ്തുഹു വ ആഖിറുഹു ഹർഫൈ ഇല്ലത്തിൻ, അതിൻ്റെ നടുവിലും അതിൻ്റെ അവസാനത്തിലും ഇല്ലത്തിൻ്റെ ഹർഫുള്ളതാണ്. ഇതുപോലെ അവ എന്നുള്ളതൊക്കെ പോലെ. ലഫീഫ് മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ മാ കാന അവ്വലുഹു വ ആഖിറുഹു ഹർഫൈ ഇല്ലത്തിൻ, അതിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും എന്തുള്ളതാണ്? ഇല്ലത്തിൻ്റെ ഹർഫുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്? ലഫീഫ് മഫ്റൂഖ് എന്ന് പറയുന്നത്. ഇതുപോലെ വഅ എന്നുള്ളതൊക്കെ പോലെ. അപ്പോൾ ഈ പാഠത്തിൽ ഇത്രയാണ്. ഇതോടുകൂടി നമ്മുടെ 2ാമത്തെ യൂണിറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.